ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു മഞ്ജു പത്രോസ് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും സത്യമായ ഒരു കാര്യമാണ്. അത്രത്തോളം അതിനൊരു പ്രസക്തി ഉള്ളതായിട്ട് തോന്നി. കാരണം ഓരോരുത്തരും അത് കാണേണ്ടത് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമുക്കിഷ്ടപ്പെടാത്തതാണെങ്കിൽ അതിനൊരു ഉത്തരം കൊടുക്കാതെയോ അല്ല അതൊരു തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരു മുഖഭാവം കൊണ്ടെങ്കിലും അതിനെ പ്രതികരിക്കാൻ പറ്റാത്ത ഓരോ സ്ത്രീകളാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. പലരോടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അയ്യേ ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്, അങ്ങനെ ചോദിച്ചിട്ടും അവരെന്താണ് അതിന് ആൻസർ കൊടുക്കുന്നത്, എന്താണ് നിങ്ങളങ്ങനെ ചോദിക്കുന്നതെന്നോ അല്ല എങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ അത് അവോയ്ഡ് ചെയ്യോ, അങ്ങനെയൊന്നുമല്ല. ഒരു സ്ത്രീയോടൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, നിങ്ങൾ വട കഴിക്കാറുണ്ടോയെന്ന്. അപ്പോൾ കഴിക്കാറുണ്ട്. എന്നിട്ട് അവർ തന്നെ പറയുന്നു എൻ്റെ ചെറിയ വടയാണെന്ന്. എത്രത്തോളം പുരോഗമിച്ച് പോവുകയാണല്ലേ. റീച്ചിന് വേണ്ടി എന്തും കാണിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോകുന്നത്. ദേഹം എങ്ങനെ കാണിക്കണം, അത് വെച്ച് എങ്ങനെ റീച്ച് ഉണ്ടാക്കണം, ഇതൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പം അവരതിന് ഇത് പറയാണ്. അതെന്താ അവരങ്ങനെ ചെയ്യുന്നില്ലേ? പിന്നെ അന്തം ഫാനായിട്ടുള്ള ആൾക്കാർ പറയുന്നത്, നിങ്ങൾക്ക് ഇവൾ ചെയ്യുമ്പോഴേ കുഴപ്പമുള്ളൂ, അവർ ജീവിച്ചു പോയിക്കോട്ടെ, ഇതുപോലെ മറ്റവർ ചെയ്യുന്നില്ലേ, അവർ ചെയ്യുന്നില്ലേ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ആ തെറ്റ് തെറ്റല്ലാതാവുന്നുണ്ടോ? കാരണം ഇന്നത്തെ തലമുറ എല്ലാവരുടെ കയ്യിലും ഫോണാണ്. അപ്പോൾ അവർ കാണുന്ന എന്താണ്, റീച്ചിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ട് ഓരോരുത്തരുടെ ജീവിതം തന്നെ നശിച്ചത് നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ പുതിയ തലമുറക്ക് ഫോണില്ലാതെയോ സോഷ്യൽ മീഡിയ ഇല്ലാതെയോ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ കാണുന്ന എന്താ, വസ്ത്രങ്ങൾ കുറയുമ്പോഴാണ് റീച്ച് കിട്ടുന്നത്. അല്ല എങ്കിൽ ഇങ്ങനെയുള്ള സംസാരങ്ങൾ, അതായത് ഒരു രണ്ട് അർത്ഥങ്ങൾ വരുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് റീച്ച് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ, അല്ലെ നമ്മുടെ വസ്ത്രങ്ങളുടെ ഇറക്കം കുറച്ചാൽ, അവിടെയും ഇവിടെയും കാണിച്ച് വീഡിയോ എടുത്താൽ, ഇപ്പോൾ റീൽസിൻ്റെ ലോകം ആണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും റീച്ച് കിട്ടും. അങ്ങനെയുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഒരു സെൽഫ് റെസ്പെക്റ്റ്, നമ്മുടെ ശരീരത്തെ ഒരു റീച്ചിന് വേണ്ടി പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ റീച്ച് എവിടെ കിട്ടും അതിനുവേണ്ടി എങ്ങനെയും പറയാം, നമ്മുടെ ശരീരത്തെ മാധ്യമപ്രവർത്തകർ എങ്ങനെ പറഞ്ഞാലും നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ളൊരു രീതിയിലേക്ക്. നമ്മൾ പൊങ്കാല ദിവസം തന്നെ കണ്ടിട്ടുണ്ടായില്ലേ, ഏതൊക്കെ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സിനിമാ നടികൾക്ക് അവർക്ക് മാത്രമാണോ ഈ പൊങ്കാല? അല്ല, ഈ പൊങ്കാലയേക്കാൾ ഇപ്പോൾ പ്രധാനമായിരിക്കുന്നത് വരുന്നവരുടെ വസ്ത്രം എവിടെയാണ് മാറുന്നത്. അതിങ്ങനെ സൂം ചെയ്ത് മാധ്യമപ്രവർത്തകർ നിൽക്കുകയാണ്, അതിലേക്ക് മാറിയിരിക്കുകയാണിപ്പോൾ. അതൊന്നും ദൈവത്തിൻ്റെ ഒരു ഇതോ അല്ലെങ്കിൽ ഒരു പവിത്രമായി ചെയ്യേണ്ട കാര്യമാണ്, അതൊക്കെ മറന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിന് തന്നെ റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ അണിഞ്ഞൊരുങ്ങി വരുന്നവരെനി ഓരോ വർഷം ചെയ്യുമ്പോഴും കൂടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് കാണുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കണ്ട, അതിന് ഉത്തരം കൊടുക്കാതിരിക്കുക, അല്ലെ അതിന് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയുക, അല്ലെ ആ വാക്ക് അവോയ്ഡ് ചെയ്ത് തിരിഞ്ഞു പോവുക. അതിന് പുറമെ വളരെ ആസ്വദിച്ചിട്ട് എൻ്റെ ദേഹം എങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് പോലും ഓരോരുത്തർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലൊന്നും അതിന് മാറ്റില്ല, നിങ്ങളാരാ പറയാനെന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ ഒരു റീൽസ് എന്നുള്ളൊരു പേരിൽ കാട്ടിക്കൂട്ടുന്നത് എന്താ, റീൽസ് അല്ലെ ഷോർട്ട് ഫിലിം, ഇതൊക്കെ ഇങ്ങനെയായിരുന്നോ മുൻപ്? അല്ലല്ലോ. ഇപ്പം നമ്മൾ ചോദിക്കും സിനിമയിൽ അങ്ങനെ ചെയ്യുന്നില്ലേ എന്ന്. പക്ഷേ സിനിമ വേറെയും സോഷ്യൽ മീഡിയയിലുള്ള ഷോർട്ട് ഫിലിം അല്ല എങ്കിൽ ഇതുപോലുള്ള റീൽസ്, അതൊക്കെ ഒരു വിരൽത്തുമ്പിൽ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റീൽസ് ആയാലും ഇതൊക്കെ ഫിലിം ആവുമ്പോൾ ഇത്രയും മണിക്കൂറിൻ്റെ ഇടയിൽ ഇതില്ല, ഇടയ്ക്ക് എന്തെങ്കിലും വരുന്നുണ്ടാവും, അല്ലെങ്കിൽ പേരൻസ് തിയേറ്ററിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അല്ലെങ്കിൽ എടുത്തവരിങ്ങനെ ഈ ഫിലിം കാണണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതേസമയത്ത് ഇതുപോലുള്ള റീൽസുകൾ, ഇതുപോലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ മുന്നിലേക്ക് ഇങ്ങ് വരികയാണ്, അവരത് കണ്ട് ആസ്വദിക്കുന്നു. ഇപ്പോൾ ഈ പേരൻസൊക്കെ ഇതിന് കുറ്റം പറയാതെ അവളുടെ ആ ഒരു ഇത് കണ്ട് ആസ്വദിക്കാൻ അങ്ങനെ പോകുമ്പോൾ അവർ ചിന്തിക്കേണ്ടത്, ഇതിനെ എന്താ അവളങ്ങനെ ചെയ്താൽ എന്ന് പറയുന്നവർ ചിന്തിക്കുന്ന അവരുടെ വീട്ടിലും കുഞ്ഞുങ്ങളില്ലേ. ഇവരിതുപോലെ കാണുമ്പോൾ ഇതുപോലെ ആരും കാണാതെ കുഞ്ഞുങ്ങളും ഇത് ആസ്വദിക്കുകയാണ്. അത് ചിന്തിക്കണം. മുതിർന്നവർ അവർ ചെയ്യുന്നതിന് എന്താ തെറ്റ്, അവർക്കത് കണ്ണിന് ആസ്വാദനം ആയതുകൊണ്ട് അവരതിന് തെറ്റ് പറയുന്നില്ല.
അതേസമയത്ത് അവരുടെ തന്നെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. അവരുടെ ജീവിതം, അവരുടെ മുന്നോട്ടുള്ള ഭാവിയിൽ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ലല്ലോ ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് കുട്ടികൾ ചെയ്തു കൂട്ടുന്നത് അല്ലേ. എല്ലാ കുട്ടികളും ഓരോരോ രീതിയിലേക്കാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് ചെയ്യുന്നവർ ഏതായാലും ചെയ്യാതിരിക്കില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ചൊന്ന് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോ വാക്കുകൾ ചോദിച്ചിട്ട് ഓരോരുത്തരുടെ ഇതിലും എത്തിക്കേണ്ട എന്ന് ചിന്തിക്കാൻ മാധ്യമപ്രവർത്തകർക്കാവും. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പണ്ടൊക്കെ എന്താണ് അവാർഡ് ദാനം അല്ലെ അവാർഡ് കിട്ടിയവരാ അല്ലെ സിനിമ നടി നടന്മാരാ അങ്ങനെയുള്ളവരെയൊക്കെയാണ്, ഒരു പ്രഗത്ഭരായവരെ അങ്ങനെയൊക്കെയുള്ളവരെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു, ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയെ വളരെ ഇതോടുകൂടി ഇരുത്തിയിട്ട് ചോദിക്കുകയാണ്. അവരുടെ പേഴ്സണലായിട്ട് എന്നല്ല, വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനൊക്കെ നിന്ന് അവർ ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പുരുഷൻ വന്നിട്ട് എന്നെ സിനിമാ നടികളാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്, എന്നെ 40 വയസ്സ് കഴിഞ്ഞവരാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറഞ്ഞ് വന്ന ആ പുരുഷനെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ നല്ലതാണ്. അല്ല എങ്കിൽ ഇതൊക്കെയാണ് വൈറലാവാൻ, ഇതുപോലെ ചെയ്തിട്ടാണ് അവർ വന്നിട്ട് വൈറലാവുന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പൈസ സമ്പാദിക്കുന്നു ഈ മോശമായി നടക്കുന്ന സ്ത്രീയോട് ചോദിക്കുകയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന അവതാരകൻ. അപ്പോൾ ആ അവതാരകൻ ചോദിക്കുമ്പോൾ അവർ തുറന്ന് ഓരോ കാര്യങ്ങൾ പറയാണ്. അതുപോലെ തന്നെ ഈ പുരുഷനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഒരു ദിവസം എനിക്ക് ഇത്ര രൂപ സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്, ലക്ഷക്കണക്കിന് രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെയാണ് കുട്ടികളുടെ മുമ്പിൽ എത്തുമ്പോൾ അവരും ചിന്തിക്കുന്നത് എന്താ, നമുക്ക് പ്രശസ്തിയാണ്, പണമാണ്, അപ്പം നമ്മളത് ചെയ്താലെന്താ. അങ്ങനെ നല്ലത് മാത്രം എടുക്കുന്ന കുട്ടികളൊന്നും ഇത് കാണുന്നില്ല. ഓരോന്നും നമ്മളിപ്പോൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് കുട്ടികൾ പലതും അനുകരിക്കുന്നത് അല്ലേ. നമ്മൾ ഓരോ ഡേഞ്ചറായ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് അനുകരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് അവർക്കെന്താണ് പറ്റിയത്, അവരതുപോലെ ചെയ്യുന്നില്ലേ എന്നൊക്കെയാണ് ഈ കുട്ടികൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂവിനൊക്കെ സാമാന്യമൊരു മര്യാദ, എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്തവരെ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റീൽസിൽ കാട്ടിക്കുട്ടി അവരെ വിളിച്ച് ഇൻ്റർവ്യൂ. ഇതുപോലെ തന്നെ ശരീരം വിറ്റ് ജീവിക്കുന്നവരെ അവരെ വിളിച്ച് ഇൻ്റർവ്യൂ. അന്നേരം ചോദിക്കുമ്പോൾ അത് തെറ്റാണോ? അങ്ങനെ ഞാൻ തെറ്റ് എന്നല്ല പറയുന്നത്. അതിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് അതിപ്പോൾ അവർക്കതൊരു ശരിയായിരിക്കാം. പക്ഷേ ഇൻ്റർവ്യൂ ചെയ്ത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന് അപ്പോൾ ഇതെന്താണ് കുട്ടികളത് കാണുന്നു, അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ എന്താണ് നിങ്ങൾക്കത് തെറ്റാണ് എന്നൊക്കെ പറയായിരിക്കാം. പക്ഷേ അതൊക്കെ ഈ ഇൻ്റർവ്യൂ ഒഴിവാക്കാം. ഇതുപോലെയുള്ള ഈ നെഗറ്റീവായിട്ടുള്ള, അതായത് 2 അർത്ഥങ്ങൾ വരുന്ന കാര്യങ്ങൾ ഓരോ സ്ത്രീകളോട് പോയി ചോദിക്കുക, അതിന് സ്ത്രീകൾ ചിരിച്ച് കുഴഞ്ഞ് ഉത്തരം പറയുക. അപ്പോൾ ഒരാളോട് ചോദിച്ചു, അപ്പോൾ അവിടെ പ്രശ്നമില്ല, അപ്പോൾ ഇനി അടുത്ത ആളോടും ചോദിക്കുക. എന്നിട്ട് പിന്നെ പറയുന്നു അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തു. എന്താണ് ഇതുപോലെ നിന്ന് കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ അയ്യോ അത് നമ്മൾ കുറ്റപ്പെടുത്തി. അപ്പോൾ അവർക്ക് കാണിക്കാം, പറയാം, എല്ലാം ചെയ്യാം. ഈ എന്തെങ്കിലും അവരെ പറ്റിയിട്ട് അവരങ്ങനെ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്ന ആ പറഞ്ഞതിനെ അയ്യോ ആ കുട്ടി ജീവിച്ചോട്ടെ, എന്തിനാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്, അങ്ങനെ കാണുന്നവരാണ് ഇപ്പം പകുതിയിലധികം ആൾക്കാരും. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു തെറ്റാണ് എന്നൊന്നും ഇപ്പം പകുതിയിലധികം ആൾക്കാരും പറയുന്നില്ല. അവരങ്ങനെ ചെയ്തതിനെന്താ, ഇവരെക്കാൾ കൂടുതൽ ശരീരം പ്രദർശിപ്പിക്കുന്നവരില്ലേ, ഇതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യുന്നവരില്ലേ, അങ്ങനെയാണ് പറയുന്നത്. അത്ഭുതം തോന്നി. അതിനിടയിലാണ് മഞ്ജു പത്രോസിൻ്റെ ഈ ഒരു വീഡിയോയും മഞ്ജു പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ കണ്ടപ്പോൾ ശരി തന്നെയല്ലേ, മഞ്ജു പത്രോസ് പറയുന്നത് തന്നെയല്ലേ ശരി. ചോദ്യങ്ങൾക്കൊക്കെ ആസ്വദിക്കുന്നു. അവർ ദ്വയാർത്ഥത്തിൽ വട കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വട ചെറുതാണ് എന്ന് പറയുന്നു. എവിടെ വരെ എത്തി നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരു സ്ത്രീൻ്റെ മുഖത്തോക്കി ചോദിക്കുന്നതേ തെറ്റ്. അതിലൊരു പ്രശ്നമില്ലാതെ ഉത്തരം കൊടുക്കുന്നതോ അതിലേറെ തെറ്റ്.